കുട്ടികളെ, നമ്മളിന്ന് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലാസ് ഉടനെ ഉണ്ടാവുമെന്ന് കരുതി പറഞ്ഞ്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് തുടങ്ങാം. ആദ്യം സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്, ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്നുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ, അതായത് ഓരോ ക്ലാസ്സുകളിൽ ഓരോ സിസ്റ്റമായിട്ടാണ് നിങ്ങൾ പഠിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് 9ാം ക്ലാസ്സിൽ ജീവൻ്റെ തുടർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാഠത്തിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 10th എത്തുമ്പോൾ ആദ്യ ചാപ്റ്റർ നമ്മൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് നെർവസ് സിസ്റ്റം. ഈ ചാപ്റ്ററിൽ പറയുന്നത് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്നാണ് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മുടെ ആദ്യ ചാപ്റ്ററിൽ പറയുന്നത്. നെർവസ് സിസ്റ്റം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിൽ പല പല സിസ്റ്റങ്ങളുണ്ട് അല്ലേ. ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ക്ലാസ്സുകളിലായിട്ടാണ് നമ്മളത് പഠിച്ചു വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചതാണ്. ഏതാ ഞാൻ പറയട്ടെ, സിസ്റ്റമൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിക്ക് അടുത്ത സിസ്റ്റമാണ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. സെൻസേഷൻ ആൻഡ് റെസ്പോണ്ട് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, അറിയാനും, നമ്മൾ അറിയുന്നുണ്ട്, സെൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട്. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ഓർക്കുക. വെറുതെ നിൽക്കുന്ന നിങ്ങളെ വന്ന് ആരെങ്കിലും ഒരു അടി തന്ന് നിങ്ങൾ കൊണ്ടുകൊണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ. നമ്മൾ റെസ്പോണ്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നുണ്ട്, നിന്നെ വെറുതെ നിന്നെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ, നീ തിരിച്ച് തല്ലുമെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും, ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് എന്തിനാ അടിച്ചതെന്ന് നമ്മൾ ആശ്ചര്യപ്പെടും. അപ്പോൾ ഇതൊക്കെയും ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന പാഠം എന്ന് പറയുന്നത് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഈ പാഠം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി കഴിയുമ്പം അവിടെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന കുട്ടികൾ പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഇവിടെ ഇരിക്കുന്ന കുട്ടി മാങ്ങ കഴിക്കുന്നു, മറ്റ് 2 കുട്ടികൾ പാടത്ത് വന്നിരിക്കുന്ന കളകളെയും കിളികളെയും തത്തയും ഒക്കെ ആ നെല്ല് ഒക്കെ കൊണ്ടുപോകാതിരിക്കാൻ പാട്ടകുട്ടി ഓടിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കുട്ടി ഒച്ചിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഒച്ച് ചുരുണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് നിങ്ങളുടെ ഈ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ കുട്ടി മാങ്ങ കഴിക്കുമ്പോൾ മാങ്ങയുടെ രുചി, നാവിലൂടെ മാങ്ങയുടെ രുചി അവൾ അറിയുന്നു അല്ലേ. അടുത്തത് നോക്കിക്കേ, ഇത് വെള്ളം കുടിക്കുകയാണോ അല്ലെങ്കിൽ വെള്ളം മുഖത്തൊഴിക്കുകയോ എന്തായിക്കോട്ടെ, അവളുടെ സ്കിന്നിലൂടെയോ അല്ലെങ്കിൽ ടങ്കിലൂടെയോ മൗത്തിലൂടെയോ അത് സെൻസ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് പാട്ട കൊട്ടി സൗണ്ട് കേൾക്കുമ്പോൾ അത് പറന്നു പോകുന്നു. അപ്പോൾ സൗണ്ട് അവിടെ സെൻസ് ചെയ്യാണ്. ഇവിടെ എന്താ, ടച്ച്, തൊട്ട് കഴിഞ്ഞപ്പോൾ ഒച്ചിന് ആ തൊടൽ ഫീൽ ചെയ്ത് അത് എന്ത് ചെയ്യും, ചുരുങ്ങിപ്പോവും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട്, എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ, എ സ്നെയിൽ വിത്ഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും ഭാഗം. അപ്പോൾ ഇതിനകത്ത് ഒന്നും പഠിക്കാനില്ല, നിങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ തന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? അപ്പം പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ പാഠം ഇന്ന് തന്നെ പഠിച്ചു പോകാം. ഞാൻ ഇന്ന് ഫുൾ ചാപ്റ്റർ എടുക്കുന്നില്ല. നമ്മൾ ഇന്ന് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂറോണിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങളിത് ബൈ ഹാർട്ട് ആവും. ഓക്കെ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് റെസ്പോണ്ട് ഹിയർ? ഇവിടെ ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന കുട്ടികൾ എന്തൊക്കെയാണ് സെൻസ് ചെയ്ത്, എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ നോക്കിക്കേ. ടേസ്റ്റ്, മാംഗോ കഴിച്ചപ്പോൾ മാംഗോയുടെ ടേസ്റ്റ് അറിഞ്ഞു അല്ലേ. ദ ചൈൽഡ് എന്ത് ചെയ്തു, ടേസ്റ്റ് അറിഞ്ഞു. പിന്നെ ഒച്ചിനെ തൊട്ടപ്പോൾ ടച്ച് അറിഞ്ഞു. പിന്നെന്താ, സൗണ്ട് വന്നപ്പോൾ സൗണ്ട് വന്നു. അതൊക്കെയാണ് ഇവിടെ വരുന്ന ആൻസേഴ്സ്. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ സെൻറ്റൻസിൽ എഴുതിയിരിക്കാം, the sense that evoke response in organism are called stimuli. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് സ്റ്റിമുലൈ, എന്താണ്
എന്താണ് സ്റ്റിമുലെ? എന്താണ് സ്റ്റിമുലെ എന്നാണ് ഫസ്റ്റ് പഠിക്കുന്നത്. സ്റ്റിമുലെ എന്ന് പറഞ്ഞാൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണം. ഇപ്പോൾ ഞാൻ പറയാം, ഒച്ചിനെ തൊട്ടു, അപ്പോൾ ഒച്ച എന്ത് പറ്റി? അത് ചുരുങ്ങിപ്പോയി. അത് എന്തുകൊണ്ടാണ്? അതായത് ദ സെൻസ് ദാറ്റ് ഇവോക്ക്, എന്താണ് അതിൻ്റെ അർത്ഥം? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന, ജീവികളിൽ പ്രതികരിക്കാൻ കാരണം. ഞാൻ നിങ്ങളെ വന്ന് ചുമ്മാ ഇരിക്കുന്ന നിങ്ങളെ വന്ന് ഒരു അടി തന്നു, അപ്പോൾ അവിടെ അതിന് നിങ്ങളെ റെസ്പോണ്ട് ചെയ്യാൻ കാരണമാക്കിയത് എന്താണ്? ഞാൻ തന്ന അടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഭയപ്പാടോടെ നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ അമ്പരന്ന് നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെന്നെ അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ റെസ്പോണ്ടിന് കാരണമായത് ഞാൻ തന്ന അടി. ആ അടിയാണ് അവിടുത്തെ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. സ്റ്റിമുലൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സ്റ്റിമുലൈ? ദ സെൻസസ് ദാറ്റ്, എന്താണ്? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. എന്ത് പറയും? ആർ കോൾഡ് സ്റ്റിമുലൈ. എന്ത് പറയും? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. കിട്ടിയോ? അപ്പൊ സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതികരിക്കാൻ കാരണമാകുന്ന പ്രേരണകളെയാണ് എന്തെന്ന് പറയുന്നത്? ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ്? The senses that evoke response in organism are called stimuli. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. The sense that evoke responses in organisms are called stimuli. Responses in organism are called stimuli. What is stimuli? The sense that evoke responses in organism are called stimuli. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. എന്താണ് ഉദ്ദീപനങ്ങൾ? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിക്കേ, നമ്മളുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള ഉദ്ദീപനങ്ങൾ മാത്രമല്ല നമുക്ക് തിരിച്ചറിയാവുന്നത്. നോക്ക്, hunger and thirst are stimuli formed inside the body, aren't they? നോക്കിക്കേ, അവിടെ കൊടുത്തിരിക്കുകയാണ് hunger and thirst, അതായത് വിശപ്പ്, ദാഹം എന്നിവ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളല്ലേ? നമ്മളുടെ ശരീരം, നിങ്ങൾക്ക് വിശക്കാൻ തോന്നുമ്പോഴല്ലേ ഫുഡ് കഴിക്കുന്നത്. അത് എങ്ങനെ ഫുഡ് ചുമ്മാ പോയി നമ്മൾ ഫുഡ് കഴിക്കുമോ? ഇല്ല. നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുമ്പോൾ പോയി നമ്മൾ ഫുഡ് കഴിക്കുക അല്ലേ? എന്ത് ഫീൽ ചെയ്തു? അവിടെ വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിലുണ്ടായ പ്രേരണകളാണ്, അതായത് സ്റ്റിമുലയാണ്. നിങ്ങൾക്ക് വിശക്കുന്നത് ഒരു സ്റ്റിമുലയാണ്, അപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റിമുലൈ? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. എന്താണ്? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലൈ. ക്ലിയർ ആയല്ലോ? ഇനി ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ സച്ച് സ്റ്റിമുലൈ. ഇതുപോലുള്ള സ്റ്റിമുലൈസിന് കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തി എഴുതാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴെയിൽ നിങ്ങൾക്ക് അതായത് നമുക്ക് ആന്തരികവും ബാഹ്യമായിട്ടുള്ള സ്റ്റിമുലകളുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പഠിപ്പിച്ച് വെച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റിമുലൈ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റിമുലൈകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? എങ്ങനെയാണ് നമ്മുടെ ശരീരം ഈ സ്റ്റിമുലസുകളെ, ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്? ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? നമ്മൾ ഈ ഉദ്ദീപനങ്ങൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് അറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ സ്വീകരിക്കുന്നത്? നോക്കിക്കേ, ഇവിടെ നമ്മുടെ നാവിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ? നാവിൽ ധാരാളം സ്വാദുമുകുളങ്ങളും ഒരുപാട് അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് പഠിക്കാനില്ല, എന്നാലും ആ പിക്ചർ നോക്കുക. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമ്മുടെ നാവ് എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗൻ അല്ലേ? സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് അറിയാവോ? 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്?
ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഏതൊക്കെയാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം, അറിയുന്ന കുട്ടികളെ. നോക്കിക്കേ, അടുത്തത് നമ്മുടെ കണ്ണിൻ്റെ സെൻസിനെ പറ്റി ഉള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ്. ഇനി നോക്കിക്കേ, ഈ നാവിലായാലും ഈ കണ്ണിനായാലും സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റിസീവ് സ്റ്റിമുലേ, ഈ സ്റ്റിമുലകളെ റിസീവ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. നിങ്ങൾ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് കോശം. സെൽസ് ഓരോ നമ്മളെ എല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് സെൽസ്. സെൽസിന് എന്തൊക്കെ ഉണ്ടെന്നും സെല്ലിൻ്റെ ഘടനയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് സെൽസിൻ്റെ ആവശ്യങ്ങളുണ്ട്. നോക്കിക്കേ, ഈ നാവിലെ രുചി അറിയാൻ, പുളി അറിയാൻ എല്ലാത്തിനും പ്രത്യേകമായ സെൽസ് ഉണ്ട്, കോശങ്ങളുണ്ട്. ഓക്കെ, കണ്ണിനകത്താണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി ഈ ടെക്സ്റ്റിൽ തന്നെ പഠിക്കും. കോൺ സെൽസ്, റോഡോപ്സിൻ, റോഡ് സെൽസ്, ഇതൊക്കെ പഠിക്കും. അപ്പോൾ ഓരോ ഡ്യൂട്ടി ചെയ്യാനും നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ അവയവത്തിലും ഓരോ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ക്ലിയർ? അപ്പം നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളെ കാണിച്ചുകൊണ്ടുള്ളൊരു നെർവസ് സിസ്റ്റം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്, നെർവസ് സിസ്റ്റം. അപ്പോൾ നോക്കിക്കേ, ഈ സിമ്പിളായിട്ട് ഈ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ചേർന്നാണ് നെർവസ് സിസ്റ്റം, എന്തൊക്കെ ചേർന്നാണ്. ഒന്ന് ബ്രെയിൻ നെർവസ് സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ടാണ് ബ്രെയിൻ. ഏതാണ്? ബ്രെയിൻ. രണ്ടാമത് ഈ ബ്രെയിനിൽ നിന്നും താഴേക്ക് ഒരു റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, അതാണ് ബ്രെയിനിൽ നിന്നും ഈ താഴേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തെ പറയുന്നതാണ് സ്പൈനൽ കോഡ്. ഇതെന്താണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്. നെക്സ്റ്റ് എന്താണ്? ഇതിനകത്തൂടെ ഇതുമായി കണക്ട് ചെയ്യുന്ന എല്ലാ നെർവ്സുകളും. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ക്ലിയർ? അടുത്തത് നോക്കിക്കേ, ഇവിടെ റിസപ്റ്റേഴ്സ്. ഞാനിവിടെ ഹെഡിങ് പെൻസിൽ വെച്ച് എഴുതിയിരിക്കുന്നുണ്ടോ, റിസപ്റ്റേഴ്സ്. എന്താണ് റിസപ്റ്റേഴ്സ്? അതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ദെയർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്. എന്താണ്? ദെയർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ്, നമ്മളുടെ സെൻസ് ഓർഗൻസിൽ ആൻഡ് അതർ പാർട്ട് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലൈ. എന്താണ്? ഉദ്ദീപനങ്ങളെ. എന്താണ് ഉദ്ദീപനങ്ങൾ? സ്റ്റിമുലേ ആണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ. എന്താണ്? ഉദ്ദീപനങ്ങളെ റിസീവ് സ്റ്റിമുലേ, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും ജ്ഞാനേന്ദ്രിയം എന്നുള്ള വാക്ക് ഏതാണ്? സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ ബോഡി. എന്താണ്? നമ്മുടെ ശരീരത്തിലെ സെൻസ് ഓർഗൻസിലും അതർ പാർട്ട് ഓഫ് ദ ബോഡിയിലും മറ്റ് ശരീരഭാഗങ്ങളിലും സ്റ്റിമുലേ റിസീവ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സെൽസിന് പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. എന്ത് പറയും? റിസപ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് റിസപ്റ്റേഴ്സ്? There are specialized cells in the sense organs and other parts of the body to receive stimuli. എന്താണ് റിസപ്റ്റേഴ്സ്? There are specialized cells in the sense organs and other part of the body to receive stimuli. എന്താണ്? ഉദ്ദീപനങ്ങളെ, സ്റ്റിമുലസുകളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷമായ കോശങ്ങൾക്ക് പറയുന്ന റിസപ്റ്റേഴ്സ്. എന്ത് പറയും? റിസപ്റ്റേഴ്സ്. There are specialized cells in the sense organs and other part of the body to receive stimuli. These cells are known as, ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ്. These cells are known as receptors. These cells are known as receptors. What are receptors? There are specialized cells in the sense organs and other part of the body to receive stimuli. These cells are known as receptors.
ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് LP-UP PSC എക്സാം എഴുതുന്നവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷും പറഞ്ഞിട്ട് ഞാൻ മലയാളം കൂടെ പറയുന്നത്. കാരണം LP-UP എഴുതുന്ന പല അധ്യാപക സുഹൃത്തുക്കൾക്കും ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ കേട്ടിട്ട് മലയാളത്തിൽ കൂടെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് അത് കിട്ടും. പിന്നെ SSLC പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളും സവിശേഷമായ കോശങ്ങളുണ്ട്. ഈ ഗ്രാഹികളെ അല്ലെങ്കിൽ ഈ റിസപ്റ്റേഴ്സിനെ ഇവരെ ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ഈ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. കിട്ടിയല്ലോ. അടുത്തത്, normally responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. Okay, normally response occurs when the impulses generated by the receptors on receiving the stimuli reach the brain. The nervous system controls and coordinates these actions. എന്താണ്? ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. എന്താണ്? ഉദ്ദീപനങ്ങളെ, അതായത് റിസപ്റ്റേഴ്സിനെ സ്വീകരിച്ച് സ്റ്റിമുലസിനെ സ്വീകരിച്ച്, ഉദ്ദീപനങ്ങളുടെ ഇംഗ്ലീഷാണ് സ്റ്റിമുലൈ കേട്ടോ. ഉദ്ദീപനങ്ങളുടെ മലയാളമാണ് സ്റ്റിമുലൈ. സ്റ്റിമുലസിനെ സ്വീകരിച്ച്, ഗ്രാഹികളുടെ ഇംഗ്ലീഷാണ് റിസപ്റ്റേഴ്സ്. ഗ്രാഹികളുടെ ഇംഗ്ലീഷാണ് റിസപ്റ്റേഴ്സ്. അപ്പം റിസപ്റ്റേഴ്സിനെ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ്, നമ്മുടെ തലച്ചോറിൽ ഈ സന്ദേശങ്ങൾ എത്തുന്നതോടെയാണ്, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മുള്ള് കൊണ്ടു, ഈ മുള്ള് കൊണ്ട സമയത്ത് എൻ്റെ ബ്രെയിനിൽ ഇത് എത്തണമല്ലോ. ബ്രെയിൻ എത്തുമ്പോഴാണ് ഞാനത് വേദന ഫീൽ ചെയ്യുകയും കൈ പെട്ടെന്ന് വലിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അല്ലെ ഒരു പട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നടന്നു വരുമ്പോൾ പട്ടി ഓടിക്കുന്നു, നമ്മൾ അവിടെ പട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുമോ? ഇല്ല, നമ്മൾ ആ പട്ടി വരുന്നതിന് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങും അല്ലേ. അപ്പം അതാണ് ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? പ്രതികരിക്കാൻ തുടങ്ങും. അപ്പം അതിൻ്റെ പ്രതിപ്രവർത്തനം വരും, പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ എല്ലാം, അതായത് നമുക്കുണ്ടാകുന്ന അതിൽ പെട്ടെന്ന് നമ്മൾ ആ റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പതിയെയോ അല്ലെ സ്പീഡിലോ ഒക്കെ റെസ്പോണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഈ സന്ദേശങ്ങൾ എവിടെ ചെല്ലണം? ബ്രെയിനിൽ ചെല്ലണം. ഇതിനെ എല്ലാം കണക്ട് ചെയ്ത് ഏകോപിപ്പിച്ച് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും, കൺട്രോൾസ് ആൻഡ് കോർഡിനേഷൻ ദിസ് ആക്ഷൻ, ഈ ആക്ഷനുകളെ എല്ലാം കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് nervous system. എന്ത് പറയും? nervous system. The nervous system controls and coordinates these actions. Normally responses occurs when the impulses generated by the receptors on receiving the stimuli reach the brain. The nervous system controls and coordinates this action. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. എന്താണ് സ്റ്റിമുലേ? വാട്ട് ഈസ് സ്റ്റിമുലേ? അല്ലെങ്കിൽ എന്താണ് ഉദ്ദീപനങ്ങൾ? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ദ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. ഇനി സ്റ്റിമുലസിന് എക്സാമ്പിളാണ് ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്റ്റിമുലസിന് എക്സാമ്പിളാണ് ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ. ക്ലിയർ? അടുത്തത് നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകുകയും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് മാറ്റി വെക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് അയച്ചു കൊടുക്കുക. PSC LP-UP പഠിക്കുന്നവർക്കും ഒക്കെ ഇത് കണ്ടാൽ പ്രയോജനകരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയണം. കൂടെ അതൊരു നമ്മുടെ ബ്രെയിനിലോ എവിടെയാണോ നമുക്കത് റെസ്പോണ്ട് ചെയ്യേണ്ട
കൃത്യമായ രീതിയിലാക്കി തരുന്ന ആ പ്രോഗ്രാം. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് തരത്തില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് തരുന്ന നമ്മുടെ ബ്രെയിൻ. അപ്പോൾ അതിന് മൊത്തം അതെല്ലാം കൂടെ ചേർന്ന് വരുന്ന സിസ്റ്റത്തെയാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം. ആദ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ന്യൂറോൺ കണ്ടോ. ന്യൂറോൺ, എന്തുകൊണ്ടാണ് ന്യൂറോൺ കൊടുത്തിരിക്കുന്നത്? ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദി നെർവസ് സിസ്റ്റം. എന്താണ്? ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ, നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാനം, ബേസിക് സ്ട്രക്ചർ കണ്ടോ, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. അപ്പം എന്തിൻ്റെയാണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോൺ ആണ്. എന്താണ്? ന്യൂറോൺ ആണ്. ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് എന്ത്? ന്യൂറോൺ. ലൈക്ക് ഓൾ അതർ സെൽസ്. നിങ്ങൾ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് സെൽ എന്താണ് അല്ലേ, കോശം എന്താണ്, കോശം എന്താണ്, സെൽസ് എന്താ, വോട്ട് ഈസ് സെൽ, സെൽ എന്താണ്. അപ്പൊ സെൽ എന്താണ്? ഈ ഒരു ന്യൂറോണും എന്താണ്? നെർവസ് സിസ്റ്റത്തിലെ സെല്ലുകളെയാണ്. അതായത് ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ബേസിക് ഘടന ഏതാണ്? സെൽ. ലൈക്ക് ഓൾ അതർ സെൽസ്, എല്ലാ സെല്ലുകളെ പോലെ തന്നെയുമാണ് ഈ ന്യൂറോണ്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ സെല്ലിനകത്ത് പഠിച്ചിട്ടില്ലേ, സെല്ലിന് സെൽ മെംബ്രെയിൻ ഉണ്ട്, മലയാളം എന്താ, കോശസ്തരമുണ്ട്. എല്ലാ സെല്ലുകൾക്കും കോശസ്തരമുണ്ട്, പിന്നെ കോശദ്രവ്യം സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു സെല്ലിൻ്റെ നമ്മളൊരു സെല്ല് വരയ്ക്കുകയാണ്, ആ സെല്ലിനുള്ള ഭാഗങ്ങളാണ് ഏതൊക്കെയാ? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ. അപ്പം നമ്മളിവിടെ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നതും ഒരു സെല്ലാണ്. ആ സെല്ലിന് ആ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അപ്പൊ എന്താ നോക്കിക്കാം, ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ. അപ്പൊ ന്യൂറോൺ എന്താണ്? ന്യൂറോൺ ഈസ് ദ ബേസിക് സ്ട്രക്ചർ. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ് എന്ന് പറയും കേട്ടോ. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ്, ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസ്. ന്യൂറോൺ ഓർ നെർവ് സെൽസ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. എന്താണ്? ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, ബേസിക് സ്ട്രക്ചറൽ ഓഫ് നെർവസ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ. ലൈക്ക് ഓൾ അതർ സെൽസ്, മറ്റ് കോശങ്ങളെ പോലെ തന്നെ ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ. ന്യൂറോണിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ലൈക്ക് other cells, the neuron has a cell membrane, cytoplasm and nucleus. നോക്കിക്കേ, ഇനി നമ്മൾ ന്യൂറോണിന്റെ ഭാഗങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് നോക്കിക്കേ. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളിൽ, നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് എന്ത്? ന്യൂറോണിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിന് എന്ത് പറയും? ന്യൂറോണിൻ്റെ ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ന്യൂറോണിൻ്റെ ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് പേര് പഠിക്കാം, എന്നിട്ട് ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നോക്കിക്കേ, ന്യൂറോണിന്റെ ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ. എന്തൊക്കെയാണ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽസ്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ കണ്ട, ഐറ്റ് ഓൺ രണ്ടും ഒരേ വേട, ലാസ്റ്റത്തെ സ്പെല്ലിങ്ങിൽ ഇച്ചിരി വ്യത്യാസമുള്ളൂ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽ. ഇതൊക്കെയാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽ. ദെൻ ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇതൊക്കെയാണ് ഡെൻഡ്രൈൻ, ഡെൻഡ്രൈറ്റ്, ഷ്വാൻ സെൽ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ക്ലിയർ ആണല്ലോ. ഡെൻഡ്രൈൻ, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽസ്, ആക്സോണൈറ്റ്, ഷ്വാൻ സെൽസ്, സിനാപ്റ്റിക് നോബ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. നോക്കിക്കേ, ഡെൻഡ്രൈറ്റ്. ദേ
ഈ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്നുണ്ടോ, ഈ ബ്രാഞ്ച് പോലെ കാണുന്നതെല്ലാം എന്ത് പറയും? ഡെൻഡ്രൈറ്റ് എന്ന് പറയും. എന്താണ്? ബ്രാഞ്ച് പോലെ കാണുന്ന ഭാഗത്തെ എന്ത് പറയും? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് കണ്ടോ, ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ബ്രാഞ്ചസ്, ബ്രാഞ്ചസ് എന്തിൻ്റെയാണ്? നോക്കിക്കേ, ഈ ഈ കൂർത്ത് നിൽക്കുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഭാഗമാണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസുകളാണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസുകളാണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസുകളാണ് ഡെൻഡ്രൈറ്റ്. അത് നമ്മൾ എങ്ങനെ എഴുതും? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ എങ്ങനെ എഴുതും? അതായത് ഡെൻഡ്രോണിൻ്റെ ശാഖകൾ. ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ്, ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ മരത്തിൻ്റെ ചില്ലകളെയൊക്കെ പറയത്തില്ലേ, ബ്രാഞ്ചസ്. അതുപോലെ ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രൈറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസ് ഫ്രം അഡ്ജസെൻ്റ് ന്യൂറോൺ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു പടത്തിലൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാൻ ജസ്റ്റ് ഒരു പടം പോലെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ന്യൂറോൺ. ക്ലിയർ ആണല്ലോ? ഈ ന്യൂറോണിൻ്റെ എൻഡ് ഭാഗം നമ്മൾ പഠിച്ചില്ല, പഠിക്കും. അപ്പോൾ ഈ എൻഡ് ഭാഗത്ത് ഗ്രാഹികളിൽ സ്റ്റിമുലസ് വരും. ഈ സ്റ്റിമുലസ് വന്നിട്ട് ഇവിടെ നിന്നും അതിനെ അടുത്ത ന്യൂറോണിലേക്ക് കടത്തിവിടും. അപ്പോൾ ഇവിടെ വന്ന സന്ദേശങ്ങളെ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ട് ഇവിടേക്ക് സ്വീകരിക്കപ്പെടും. അപ്പോൾ ഈ സ്വീകരിക്കപ്പെടുന്ന, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസ് ഫ്രം അഡ്ജസെൻ്റ് ന്യൂറോൺ. കണ്ട, അടുത്തടുത്ത തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. അതായത് ഇവിടോട്ടായിരിക്കും വരുന്ന സ്വീകരിക്കുന്ന ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. Part that receives impulse from adjacent neurons. Part that receives impulse from the adjacent neuron. Dendrite എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ ഡെൻഡ്രോൺ. എന്താണ്? ഡെൻഡ്രോൺ ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. ഷോർട്ട് ഫിലമെന്റ്, അതായത് നിങ്ങൾ നോക്കിക്കേ, ഇതിനെ നമ്മൾ സെൽ എന്ന് പറയും. മൊത്തത്തിൽ നമ്മൾ ഡെൻഡ്രോൺ, ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അതായത് ഇതാണ് സെൽ ബോഡി. കണ്ടോ? സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. എന്താണ്? സെൽ മെംബ്രെയിൻ കാണും, സൈറ്റോപ്ലാസം കാണും, ന്യൂക്ലിയസ് കാണും. അപ്പോൾ ഇതാണ് സെൽ എന്ന് പറയുന്ന ഭാഗം, സെൽ ബോഡി. അപ്പോൾ ഈ സെൽ ബോഡിയിലെ ഏറ്റവും ചെറിയ ഭാഗം, ഈ സെൽ ബോഡിയും ഈ ഡെൻഡ്രൈറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ചെറിയൊരു പോർഷൻ മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. ഈ സെൽ ബോഡിയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഭാഗത്തെ എന്ത് പറയും? ഡെൻഡ്രോൺ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അടുത്തത് ഇമ്പൾസസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞു. എവിടെ? ഈ അടുത്ത അഡ്ജസെന്റ് നിന്നും എവിടേക്ക് വരും? ഈ ഡെൻഡ്രൈറ്റിലേക്ക് വരും. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലൂടെയാണ് കോശ ശരീരത്തിലേക്ക് കയറുന്നത്, സെൽ ബോഡിയിലേക്ക് കയറുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ വന്ന ഇമ്പൾസുകൾ ഡെൻഡ്രോൺ ഇമ്പൾസുകളെ സ്വീകരിക്കും. എന്നിട്ട് ആ ഇമ്പൾസുകളെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഡെൻഡ്രോൺ വഴി സെൽ ബോഡിയിലേക്ക് വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റ്സിൽ നിന്നും ഇമ്പൾസുകളെ കോശ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഷ്വാൻ സെൽ. എന്താണ് ഷ്വാൻ സെൽ? അതിനു മുന്നേ നമുക്ക് ഇതൊന്ന് നോക്കാനുണ്ട്. ആക്സോൺ നോക്കിയിട്ട് ഞാൻ ഷ്വാൻ സെല്ല് പറയാം, കാരണം ആക്സോണിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഷ്വാൻ സെല്ല്. നോക്കിക്കേ, ഇതാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്നും നീണ്ടു വരുന്ന ഈ ഭാഗം കണ്ടോ? നീണ്ടിവിടെ വന്ന് നിൽക്കുന്ന ഈ ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്?
ആക്സോൺ. ക്ലിയർ ആണല്ലോ. ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും നീളം കൂടിയ ഭാഗത്തെ നമ്മൾ എന്ത് പറയും? ആക്സോൺ. നീളം കുറഞ്ഞ ഭാഗത്തെ ഡെൻഡ്രോൺ, നീളം കൂടിയ ഭാഗത്തെ ആക്സോൺ. അപ്പോൾ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഇപ്പോൾ ആക്സോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സെൽ ബോഡിയിൽ നിന്നും നീണ്ടു പോകുന്ന ഈ ഭാഗമാണ് എന്ത്? ആക്സോൺ. ഈ ആക്സോണിനെ പൊതിഞ്ഞ്, അതായത് എൻസർക്കിൾ ദ ആക്സോൺ, ഈ ആക്സോണിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഭാഗം സെല്ലാണ്, മറ്റൊരു സെല്ലാണ് ഷ്വാൻ സെൽസ്. ക്ലിയർ ആണല്ലോ. എന്താണ്? ഈ സെൽ ബോഡിയിൽ നിന്ന് നീണ്ടു വരുന്ന ഭാഗത്തെ കവർ ചെയ്തിരിക്കുന്ന സെൽസിന് പറയുന്ന പേരാണ് ഷ്വാൻ സെൽസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഷ്വാൻ സെല്ലും കഴിഞ്ഞു. നെക്സ്റ്റ് ആക്സോൺ. ലോങ്ങസ്റ്റ് ഫിലമെന്റ്, ഞാൻ അത് പറഞ്ഞു. ഈ സെൽ ബോഡിയിൽ നിന്നും ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്ന ഫിലമെന്റിനെ എന്ത് പറയും? ആക്സോൺ എന്ന് പറയും. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇമ്പൾസസ്, ആവേഗങ്ങളെ ഡെൻഡ്രൈറ്റ് അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സ്വീകരിച്ച് ഡെൻഡ്രൈറ്റ് വഴി കോശ ശരീരത്തെ സെൽ ബോഡിയിലേക്ക് കടത്തിവിടുന്നു. ഈ സെൽ ബോഡിയിൽ നിന്ന് ഈ ഇമ്പൾസ് ഈ ആക്സോൺ വഴി ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഈ ആക്സോണിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഷ്വാൻ സെൽസ്. കിട്ടിയല്ലോ. ഈ ബ്രാഞ്ചിന് പറയുന്നതാണ് ആക്സോണൈറ്റ്. ആക്സോണിന്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്, ആക്സോണിന്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്. ബ്രാഞ്ച് ഓഫ് ആക്സോൺ ക്യാരീസ്, ഇതെന്ത് ചെയ്യും? ഇവിടെ നിന്ന് വന്ന ഇമ്പൾസുകളെ ഈ ബ്രാഞ്ചസിലേക്ക് കൊടുക്കും. ആണല്ലോ. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ക്യാരീസ് ഇമ്പൾസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഈ വന്ന ആവേഗങ്ങളെ, ഇമ്പൾസുകളെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഇവിടെ കുറേ കുത്തു പോലെ കാണുന്നില്ലേ? നേരത്തെ പടം കാണിച്ചപ്പോൾ ഇവിടെ റെഡ് കളർ ഇങ്ങനെ കാണിച്ചില്ലേ? അതെന്താണ്? സിനാപ്റ്റിക് നോബ് എന്ന് പറയും. എന്താണ്? സിനാപ്റ്റിക് നോബ്. ടിപ്പ് ഓഫ് ദ ആക്സോൺ. ഈ ആക്സോണൈറ്റുകളുടെ തുമ്പ് ഭാഗത്തെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയും. അതായത് ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ്. ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റിന് എന്ത് പറയും? സിനാപ്റ്റിക്. ഇനി ഈ സിനാപ്റ്റിക് നോബിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സെക്രീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. തുടരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇത് സിനാപ്റ്റിക് നോബ് എന്തിനെ സെക്രീറ്റ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളൈനും ഡോപ്പമിനും. അത് നമുക്ക് പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ന്യൂറോൺ എന്താണെന്ന് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ന്യൂറോണിൻ്റെ ഭാഗം എന്താണ്? ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്. കിട്ടിയല്ലോ. ഇനി ന്യൂറോണിൻ്റെ ഭാഗങ്ങളാണ് ഡെൻഡ്രൈൻ, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. മുന്നോട്ട് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണമെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ്.